ആ കാട്ടിലെ രാജാവായ ഷേർ സിംഗിന് ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന കൊച്ചു കുടുംബമുണ്ട്. ഷേർ സിംഗ് ഭക്ഷണപ്രിയനായിരുന്നു. ദിവസവും ഓരോരോ മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിക്കുമായിരുന്നു. ഷേർ സിംഗിന് ഒരു സ്വഭാവമുണ്ടായിരുന്നു. ബാക്കി വന്ന ആഹാര സാധനങ്ങൾ തന്റെ ഭാര്യയ്ക്കോ കുഞ്ഞുങ്ങൾക്കോ പോലും കൊടുക്കില്ല. ഒരു ദിവസം സിംഹം സ്വാദിഷ്ട ഭോജനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭാര്യയും കുട്ടികളും അവിടെ എത്തി. മഹാരാജൻ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്ക് ഇന്ന് സുഖമില്ല. കുട്ടികളാണ് വേട്ടയാടാൻ പോയത്. അവർക്കൊന്നും കിട്ടിയില്ല. അവർ വിശന്നിരിക്കുകയാണ്. വല്ലതും കൊടുക്കാമോ? ഒരിക്കലുമില്ല. 2-3 ദിവസം പട്ടിണി കിടന്നാലേ താനേ വേട്ടയാടാൻ പഠിക്കും. പോയിക്കോടുന്നു. ദേഷ്യം കൊണ്ട് സിംഹിണി തന്റെ കുഞ്ഞുങ്ങളോടൊപ്പം അവിടെ നിന്നും പോയി. ആ കാട്ടിലുണ്ടായിരുന്ന പർവ്വത ശിഖരത്തിൽ ഒരുപാട് സന്യാസി വര്യന്മാർ തപസ്സിരിക്കാൻ വരുമായിരുന്നു. ഒരു ജടാധാരി ശിഷ്യനോടൊപ്പം തപസ്സിരിക്കുകയായിരുന്നു. വിശന്ന് വലഞ്ഞ് സിംഹിണിയും കുഞ്ഞുങ്ങളും നടന്നു പോകുമ്പോൾ അവരെ കണ്ടു. അമ്മേ, അവിടെ നോക്ക്, 2 പേര് ഇരിക്കുന്നു. അവരെ കൊന്നു തിന്നാൻ നമുക്ക്. അതെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെ കണ്ട സിംഹിണി ഇങ്ങനെ പറഞ്ഞു, വേണ്ട മക്കളെ, അതൊരു സന്യാസിയാണ്. സന്യാസിമാരെ കൊല്ലാൻ പാടില്ല. അമ്മേ, ഈ സന്യാസി എന്ന് പറഞ്ഞ എന്താ? അവർ സമൂഹത്തെ നൽവഴിപ്പെടുത്തുന്നവരാണ്. ധർമ്മത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുന്നവരാണ്. പക്ഷേ അമ്മയുടെ ധർമ്മം മറന്നുപോയല്ലോ. അമ്മയുടെ ധർമ്മം എനിക്ക് ഭക്ഷണം തരാന്നല്ലേ. ആഹാരം മുമ്പിലുണ്ടായിട്ടും നമ്മളെ ഭക്ഷണം കഴിക്കാൻ വിടാത്ത എന്ത്? കാരണം ഞാൻ നിങ്ങളുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്നു. ഭക്ഷണം വേറെ എവിടെയെങ്കിലും കിട്ടും. വാ, പോയി നോക്കാം. സിംഹിണി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച സന്യാസി വര്യന് സന്തോഷമായി. സന്യാസി വര്യൻ ഇങ്ങനെ പറഞ്ഞു, നീ ഒരു നല്ല അമ്മയാണ്. നിനക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോ എന്നെ ഓർക്കുക. ഞാൻ തീർച്ചയായും നിന്നെ സഹായിക്കും. പിറ്റേ ദിവസം സിംഹരാജാവും അതേ സ്ഥലത്തെത്തി. ആ ഗുരുവിനെയും ശിഷ്യനെയും രാജാവും കണ്ടു. നല്ല കാഴ്ച. മാസങ്ങൾക്ക് ശേഷമാണ് മനുഷ്യനെ തിന്നാൻ ഒരു അവസരം. ഈ വാക്കുകൾ ശ്രവിച്ച ഗുരുവും ശിഷ്യനും കണ്ണുകൾ തുറന്നു. ഭഗവാൻ കൊടുക്കുമ്പോൾ ചോദിച്ചതിന് അധികം കൊടുക്കുന്നു കേട്ടിട്ടുണ്ട്. കണ്ടില്ലേ, എനിക്ക് ഒരാളെ മതിയായിരുന്നു. പക്ഷെ 2 ഇരയാണ് എന്റെ കണ്ണിന് മുമ്പ് വന്നത്. പറയൂ മനുഷ്യരെ, ആരാണ് ആദ്യം എന്റെ ഇരയാകാൻ പോകുന്നത്? വേഗം അവിടെ നിൽക്കടാ. നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല. നിനക്കാണ് ഞാൻ ആരാന്ന് അറിയാത്തത്. ഞാൻ ഈ കാട്ടിലെ രാജാവാണ്. ഞാനൊരു തപസ്വിയാണ്. നിന്നെ പോലെ കുറെ രാജാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ടാവാം. അവരെ നീ അനുഗ്രഹിച്ചു കാണും. പക്ഷേ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? നോക്കൂ സ്വാമി, വിശപ്പകറ്റാൻ ഒരുവൻ ഏത് അറ്റം വരയ്ക്കും പോവും. ഞാൻ നിങ്ങളെ കൊന്നു തിന്നാൻ പോകുന്നില്ലേ? അതേപോലെ. നിൽക്കൂ, എന്റെ ഗുരുജി എനിക്ക് ഈശ്വരനെ പോലെയാണ്. അദ്ദേഹത്തിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. നീ വേണമെങ്കിൽ എന്നെ കൊന്നോളൂ. മനുഷ്യർ ശരിക്കും ഒരു വികാരജീവി തന്നെ. ഒരു നിമിഷം കൊണ്ട് ജീവൻ പോലും തരാൻ തയ്യാറായല്ലോ. പക്ഷേ ഞാനൊരു ഇരപിടിയനാണ്. നീ ആദ്യം ചത്താലും അവനാദ്യം ചത്താലും എനിക്കൊരു പ്രശ്നവുമില്ല. പറഞ്ഞു കഴിഞ്ഞതും സിംഹം ശിഷ്യന്റെ മേലെ ചാടി വീണ് അവനെ കൊന്ന് അവനെ ഭക്ഷിച്ചു തുടങ്ങി. എന്നിട്ട് ഗുരുവിനോട് പറഞ്ഞു, ഇന്ന് എന്റെ വയറ് നിറഞ്ഞു. അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെ കൊല്ലില്ല. നാളെ എനിക്ക് വിശക്കുമല്ലോ, അപ്പൊ ഞാൻ തിരിച്ചു വരാം. ഓക്കെ? അപ്പോൾ ഞാൻ നിന്നെ കൊന്നു തിന്നോളാം. അല്ല, നിന്റെ വിശപ്പിനി ഒരിക്കലും അടങ്ങില്ല. ഇനി നീ എത്ര കഴിച്ചാലും നിന്റെ വയറ് നിറയില്ല. ഇത് ഈ സന്യാസിയുടെ ശാപമാണ്. നീ എത്ര കഴിച്ചാലും നിന്റെ വിശപ്പ് അടങ്ങില്ല. എത്ര കഴിച്ചാലും നിന്റെ വിശപ്പ് അടങ്ങുകയില്ല. മൂർച്ചയേറിയ ശാപവാക്കുകൾ കേട്ട് സിംഹരാജാവിന് ദേഷ്യം വന്നു. എടോ സന്യാസി, എന്നെ ശപിച്ച് നീ വലിയൊരു തെറ്റ് ചെയ്തിരിക്കുന്നു. നിന്നെ ഞാൻ നാളെ കൊല്ലാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ നിന്റെ വിധി ഇന്ന് മരിക്കാനാണ്. ഗർജിച്ചുകൊണ്ട് സ്വാമിയുടെ മേൽ സിംഹം പായാനൊരുങ്ങി. പക്ഷേ സ്വാമി അപ്രത്യക്ഷനായിരുന്നു. എന്ത്? ആ സന്യാസി എവിടെ പോയി? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പിറ്റേ ദിവസം സിംഹിണിയോട് സിംഹരാജാവ് ഇങ്ങനെ പറഞ്ഞു, സിംഹിണി, എന്റെ വയറ്റിൽ എന്തോ പ്രശ്നം പോലെ. വല്ലാതെ വിശപ്പ് അടക്കാൻ പറ്റുന്നില്ല. ഞാനിന്ന് വേഗം വേട്ടയാടാൻ പോവുകയാണ്. നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിക്കോളൂ. പൊരിഞ്ഞ വിശപ്പകറ്റാൻ സിംഹം ഒരു മാനിനെ വേട്ടയാടി തിന്നു. പക്ഷേ ശാപവാക്കുകളേറ്റ സിംഹത്തിന് അപ്പോഴും വിശപ്പടങ്ങിയില്ല. അയ്യോ, ഇതെന്തു പറ്റി? ഇപ്പോഴല്ലേ ഞാനൊരു വലിയ മാനിനെ തിന്നത്? പിന്നെയും വിശക്കുന്നു. എനിക്ക് എന്താ പറ്റിയത്? ഒന്നും മനസ്സിലാവുന്നില്ല. മറ്റൊരു മൃഗത്തെ വേട്ടയാടി സിംഹം തിന്നു. എന്നിട്ടും അവന്റെ മരണവിശപ്പ് അടങ്ങിയില്ല. പിന്നെയും വേട്ടയാടി തിന്നു. വിശപ്പ് തീരുന്നില്ല. സ്വാമിജിയുടെ ശാപവാക്കുകളാൽ വിശന്നലഞ്ഞ് നടക്കാൻ തുടങ്ങി സിംഹം. ആ കിളവൻ സന്യാസിയുടെ ശാപവാക്കുകൾ ബലിച്ചു എന്നാ തോന്നുന്നത്.
രാത്രിയിൽ ഗുഹയിലെത്തിയ സിംഹത്തെ കാത്തിരിക്കുകയായിരുന്നു കുഞ്ഞുങ്ങൾ. അച്ഛാ, ഞാനിന്ന് സ്വയം വേട്ടയാടി എന്റെ വിശപ്പടക്കി. അതെ, അമ്മ അതിനെ ഓടിച്ചോടിച്ച് തളർത്തി. അപ്പൊ ചേട്ടൻ അവന്റെ മേലെ ചാടിക്കൊന്നു. ആദ്യമായാണ് കുട്ടികൾ വേട്ടയാടി ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ ഇതൊന്നും സിംഹരാജാവിന് സന്തോഷം നൽകിയില്ല. ഇത് കണ്ട സിംഹിണി, അങ്ങക്കെന്തു പറ്റി? അങ്ങെന്തിനാണ് വല്ലാതിരിക്കുന്നത്? എത്ര കഴിച്ചാലും അടങ്ങാത്ത വിശപ്പാണ് തനിക്കെന്ന് സിംഹം ഭാര്യയോട് പറഞ്ഞില്ല. പിന്നെയും സിംഹം വേട്ടയ്ക്കിറങ്ങി. എത്ര തിന്നിട്ടും വിശപ്പടങ്ങാത്ത ദിവസമായിരുന്നു അന്ന്. വേട്ടയാടി മൃഗങ്ങളെ തിന്ന് 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 സിംഹം മടുത്തു. വിശപ്പടങ്ങിയ ലക്ഷണമില്ല. അന്നും നിരാശനായി പരവശനായി ഗുഹയിലെത്തി. ഇത് കണ്ട് സിംഹിണി ഭർത്താവിനോട് ചോദിച്ചു, എന്തു പറ്റി? അങ്ങേക്കിന്ന് വേട്ടയാടാൻ അന്നും കിട്ടിയില്ലേ? അതൊന്നും അല്ല സിംഹിണി. പിന്നെ എന്താണ് ഇത്ര വിഷമം? അങ്ങ് എന്നോട് കാര്യം പറയൂ. സിംഹം ഗുരു ശിഷ്യന്മാരെ കണ്ടതും ശിഷ്യനെ വേട്ടയാടി തിന്നതും ഇത് കണ്ട ഗുരു ശപിച്ചതും ഇപ്പോൾ വരേക്കും എത്ര വേട്ടയാടി തിന്നിട്ടും വിശപ്പടങ്ങാത്തതുമൊക്കെ പറഞ്ഞു. സിംഹിണി ദുഃഖിതയായി. എന്റെ ഈശ്വര, അങ്ങ് എന്തൊക്കെയാണ് ഈ ചെയ്തു കൂട്ടിയത്? ആർത്തി മൂത്ത അങ്ങ് തപസ്വിയെ പോലും കൊന്നോ? പെട്ടെന്നാണ് മഹാറാണിക്ക് ആ സ്വാമി പറഞ്ഞത് ഓർമ്മ വന്നത്. നിനക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോ എന്നെ ഓർക്കുക. ഞാൻ തീർച്ചയായും നിന്നെ സഹായിക്കും. അങ്ങ് വിഷമിക്കാതിരിക്കും മഹാരാജാവേ. ഇതിനുള്ള പ്രതിവിധി എനിക്കറിയാം. പിറ്റേ ദിവസം നദീതീരത്തുള്ള ഒരു പവിത്രമായ സ്ഥലത്തിരുന്ന് സന്യാസിയെ ധ്യാനിച്ചു. ഹേ ഗുരുദേവ, ഹേ മഹാത്മാവേ, അങ്ങ് എനിക്കൊരു വാക്ക് തന്നിരുന്നു. സന്ധിഘട്ടങ്ങളിൽ അങ്ങയെ ഓർത്താൽ അങ്ങേ എന്നെ സഹായിക്കാമെന്ന് വാക്ക് തന്നിരുന്നു. എനിക്ക് അങ്ങ് ദർശനം തരണം. പറയൂ സിംഹറാണി, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്? ഗുരുദേവ, അങ്ങ് ശപിച്ച ആ സിംഹരാജാവ് എന്റെ ഭർത്താവാണ്. ദയവ് ചെയ്ത് അദ്ദേഹത്തെ ശാപവിമുക്തനാക്കണം. അത് നടക്കുന്ന പ്രശ്നമില്ല. അവൻ എന്റെ ശിഷ്യനെ കൊന്നു തിന്നു. അങ്ങ് എനിക്ക് വാക്ക് തന്നിരുന്നു. ആ വാക്ക് ഞാൻ പിൻവലിക്കുന്നു. അങ്ങനെ ചെയ്യല്ലേ ഗുരുജി. സ്വാമിയുടെ ശിഷ്യന്റെ ജീവന് പകരം എന്റെ ജീവൻ എടുത്തോളൂ. എന്നിട്ട് അച്ഛൻ രാജാവിനോട് ക്ഷമിക്കണം. അതെ ഗുരുദേവ, ഞങ്ങൾ രണ്ടുപേരെയും കൊന്നോളൂ. പക്ഷെ അച്ഛനെ ശാപയുക്തരാക്കണം. കരഞ്ഞപേക്ഷിക്കുന്ന കുട്ടികളെ കണ്ട സ്വാമിക്ക് മനസ്സലിഞ്ഞു. സിംഹരാജാവിന് മാപ്പ് കൊടുക്കാൻ സന്യാസി വര്യൻ തീരുമാനിച്ചു. നോക്കൂ സിംഹിണി, ആ പാപിയായ സിംഹത്തിനെ ഞാൻ ശാപവിമുക്തനാക്കാം. പക്ഷെ അതിന് മറ്റൊരാളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ ആരുടെ സഹായം വേണമെങ്കിലും ചോദിച്ചോളൂ ഗുരുദേവ. എന്റെ അച്ഛനെ വെറുതെ വിടണം ഗുരുദേവ. ശരി. സമ്മതിച്ച സ്വാമിജി കൈ ആകാശത്തേക്കുയർത്തി ഇങ്ങനെ പറഞ്ഞു, അമ്മേ, മഹാമായേ പ്രത്യക്ഷമാവൂ. അമ്മേ, ഒരു പാപം കിട്ട ശാപിയെ ശാപവിമുക്തനാക്കാൻ അങ്ങയുടെ സഹായം വേണം. തീർച്ചയായും വത്സ. ആരാണത്? പറയൂ. അവൻ ചെയ്ത പാപം എന്താണ് ഭക്ത? മഹാമായേ, അവനൊരു സിംഹമാണ്. അവൻ എന്റെ ശിഷ്യനെ അടിച്ചു തിന്നു. നിന്റെ ശിഷ്യനെ കൊന്നവനെയാണോ നീ ശാപവിമുക്തനാക്കാൻ ശ്രമിക്കുന്നത്? അതെ, ഇതാ സിംഹത്തിന്റെ ഭാര്യയും കുട്ടികളാണ്. അവന്റെ പാപ ചുമടുകൾ ഇവരുടെ മേൽ വീരരുതേ. ഇവരോട് ദയ കാണിക്കണം. ശരി മകനെ, നീ എങ്ങനെയുള്ള ശാപമാണ് അവന് കൊടുത്തത്? എന്റെ ശിഷ്യനെ കൊന്നു തിന്നതുകൊണ്ടാണ് ഞാൻ അവനെ ശപിച്ചത്. അവൻ എത്ര ഭക്ഷണം കഴിച്ചാലും അവന്റെ വിശപ്പടങ്ങില്ല. അന്നു മുതൽ എന്റെ പ്രാണനാഥൻ എത്ര ഭക്ഷണം കഴിച്ചാലും അദ്ദേഹത്തിന്റെ വിശപ്പ് മാറുന്നില്ല മഹാമായെ. എന്റെ ക്ഷീരപ്രസാദം കഴിക്കാൻ പറയൂ. അവൻ ശാപവിമുക്തനാകും. അവൻ ശാപത്തിൽ നിന്ന് വിമുക്തനാകും. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ഭഗവതി പറയുന്ന എന്ത് നിബന്ധനയും പാലിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അവൻ എന്നെ പ്രസാദിപ്പിച്ചാൽ മാത്രമേ ഞാൻ അവന് ക്ഷീരപ്രസാദം നൽകുകയുള്ളൂ. എന്റെ പ്രസാദം കഴിക്കാൻ അവൻ 3 നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എപ്പോൾ അവൻ എന്നെ സന്തോഷിപ്പിച്ച് പാൽ കുടിക്കുന്നുവോ അന്ന് അവൻ ശാപവിമുക്തനാകും. സിംഹിണിയും കുട്ടികളും തിരിച്ചെത്തി സിംഹരാജാവിനോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു പറഞ്ഞു. ശാപവിമുക്തനാകാനുള്ള നിബന്ധനകളെക്കുറിച്ചും അറിയിച്ചു. ഞാൻ എന്തു ചെയ്യാനും തയ്യാറാണ്. എങ്ങനെയെങ്കിലും എനിക്ക് ഈ ദുരാവസ്ഥയിൽ നിന്നും രക്ഷപ്പെട്ടാൽ മതി. മഹാമായെ പ്രത്യക്ഷമായാലും. അമ്മയെ സന്തോഷിപ്പിക്കാൻ ഞാൻ വെറും 3 കാര്യമല്ല, ഞാൻ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമായിരിക്കും. പക്ഷേ എന്നെ ശാപവിമുക്തനാക്കണം. തഥാസ്തു മകനെ. അതിനുശേഷം സിംഹരാജാവ് ഗോമാതാവിനെ പ്രസാദിപ്പിക്കാൻ നന്മകൾ ചെയ്യാൻ തുടങ്ങി. ഒരുപാട് നന്മകൾ ചെയ്തിട്ടും സിംഹരാജാവിന് ഗോമാതാവിനെ പ്രസാദിപ്പിക്കാൻ പറ്റിയില്ല. അമ്മേ, 3 നന്മകൾ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ചെയ്യുന്നതെല്ലാം നന്മയാണ്. എന്നിട്ടും അമ്മയെ പ്രസാദിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. അത് എന്തുകൊണ്ടാണ്? നീ ചെയ്ത എത്രയോ വലിയ ഒരു പാപത്തിന്റെ അത്രയും അളവുള്ള നന്മ ചെയ്താൽ മാത്രമേ മകനെ നിനക്കെന്നെ പ്രീതിപ്പെടുത്താൻ പറ്റുള്ളൂ. സിംഹം നന്മകൾ ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. നല്ല വെയിലുള്ള ഒരു ദിവസം ഒരു പശു നദിയിലിറങ്ങി വെള്ളം കുടിക്കാൻ
ഒരുങ്ങി. അപ്പോൾ നദിയിലെ മുതല പശുവിനെ ആക്രമിച്ചു. ഇത് കണ്ട സിംഹരാജാവ് മുതലയെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി പശുവിനെ രക്ഷിച്ചു. ഇത് കണ്ട ഗോമാതാവ് സന്തുഷ്ടയായി. ഇനി നീ 2 പ്രാവശ്യം കൂടി എന്നെ സന്തോഷിപ്പിച്ചാൽ ഞാൻ നിനക്ക് പ്രസാദം നൽകും. വൈകുന്നേരമായപ്പോഴേക്കും കഠിന വിശപ്പ് കൊണ്ട് വലഞ്ഞ സിംഹം ഒരു മാനിനെ വേട്ടയാടി തിന്നാനൊരുങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന രോഗിയും വൃദ്ധനുമായ ഒരു ചീറ്റപ്പുലി പറഞ്ഞു, മഹാരാജൻ, രോഗിയും വൃദ്ധനുമായതുകൊണ്ട് എനിക്ക് വേട്ടയാടാൻ പറ്റുന്നില്ല. അങ്ങയുടെ ഭക്ഷണം എനിക്ക് തരാമോ രാജാവേ? പക്ഷെ ഈ ആഹാരം ഞാൻ കഴിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ മരിച്ചു പോവും. നീ തന്നെ പറ, ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു രോഗിയാണ്, അങ്ങേക്ക് എന്നെ സഹായിച്ചൂടെ? അങ്ങ് എനിക്ക് തരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കാം. കഠിനമായ വിശപ്പുണ്ടായിരുന്നിട്ടും ആഹാരം തന്നാൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് സിംഹം തന്റെ ഭക്ഷണം വിട്ടുകൊടുത്തു. എടുത്തോളൂ, നിന്റെ വിശപ്പടക്കൂ, ഞാൻ മറ്റൊന്നിനെ വേട്ടയാടിക്കൊള്ളാം. സിംഹരാജാവിന്റെ ഈ സത്പ്രവൃത്തി ഗോമാതാവിനെ രണ്ടാമതും സന്തോഷിപ്പിച്ചു. വിശന്നു വലഞ്ഞ സിംഹം വേട്ട തേടി നടന്നു. പക്ഷേ അവന് അന്ന് ഒന്നും കിട്ടിയില്ല. പെട്ടെന്നാണ് അവൻ ഒരു കുഞ്ഞു മാൻ നടന്നു പോകുന്നത് കണ്ടത്. അതിനെ വേട്ടയാടാൻ പതുക്കെ അതിന്റെ അരികിലേക്ക് പോകുകയായിരുന്നു. പേടിച്ചു വിറച്ച മാൻകുട്ടി, മഹാരാജാവേ, എന്നെ കൊല്ലരുതേ, എന്നെ കൊല്ലരുതേ രാജാവേ. നീ കുഞ്ഞായിരിക്കാം, പക്ഷെ എന്റെ വിശപ്പിന്റെ ഇരയാണ് നീ. മറ്റൊന്നും എന്നോട് ചോദിക്കരുത്. നിന്നെ കൊന്നാലേ എനിക്ക് ജീവനോടെ ഇരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ കാട്ടിലെ മഹാരാജാവല്ലേ, എന്നോട് ദയ കാണിക്കണം, പ്ലീസ് എന്നോട് ദയ കാണിക്കണം. കൊടും വിശപ്പിലായിരുന്നു സിംഹം. ആ മാൻകുട്ടിയെങ്കിലും കഴിച്ചില്ലെങ്കിൽ സിംഹം മരിച്ചത് തന്നെ. മരണവിശപ്പ് സഹിക്കാനാവാതെ വേട്ടയാടാൻ ഒരുങ്ങിയ സിംഹത്തോട് മാൻകുട്ടി പറഞ്ഞു, രാജാവേ, എന്റെ അച്ഛനെ ആരോ അടിച്ചു കൊന്ന് തിന്ന് എന്നെ അനാഥയാക്കി. നിങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാലും എന്നെ വേറെ ആരെങ്കിലും കൊല്ലും. അതിലും ഭേദമാണ് അങ്ങ് എന്നെ തിന്നുന്നത്. മാൻകുട്ടിയുടെ വാക്കുകൾ കേട്ട സിംഹത്തിന് മനസ്സുരുകി. സിംഹം ചിന്തിച്ചു, കുറച്ചു മുമ്പാണ് ഇവളുടെ അച്ഛനെ ഞാൻ കൊന്നത്. ഇവളെയും കൊന്നു ഞാൻ പാപിയാകാൻ തയ്യാറല്ല. മോള് പൊയ്ക്കോളൂ, ഞാൻ നിനക്ക് ജീവിതം തരുന്നു. എന്റെ വിശപ്പ് നിന്റെ ജീവനേക്കാളും വലുതല്ല. അങ്ങനെ സിംഹരാജാവ് ആ മാൻകുട്ടിയെയും രക്ഷിച്ചു. ഇത് കണ്ട ഗോമാതാവ് സന്തോഷിച്ചു. സിംഹമേ, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് ക്ഷീരപ്രസാദം നൽകുന്നു. ഗോമാതാവിന്റെ പ്രസാദം കഴിച്ച് സിംഹരാജാവ് ശാപവിമുക്തനായി. അയ്യോ, എന്റെ വിശപ്പ് തീർന്നു, എന്റെ വിശപ്പ് തീർന്നു, ദൈവമേ. സിംഹിണി, നോക്ക്, എന്റെ വിശപ്പ് മാറി. മക്കളെ, എന്റെ വിശപ്പ് മാറി. സിംഹം ശാപമുക്തനായത് കണ്ട് സന്തോഷിച്ച സിംഹിണി ദേവിയോട് പ്രാർത്ഥിച്ചു, മഹാമായേ, നന്ദിയുണ്ട്. മംഗളം ഭവന്തു. അടുത്ത ദിവസം തന്നെ സിംഹരാജാവ് കുടുംബത്തോടൊപ്പം ഗുരുജിയെ കാണാൻ ചെന്നു. നന്ദിയുണ്ട് ഗുരുദേവ, മംഗളം ഭവതു. ഗുരുദേവ, ബാക്കിയുള്ള എന്റെ ജീവിതം അങ്ങയെ സേവിച്ച് കഴിയാനാണ് എന്റെ ആഗ്രഹം. അങ്ങ് എന്നെ അങ്ങയുടെ ശിഷ്യനായി സ്വീകരിച്ചാലും. സമ്പദ് സമൃദ്ധമായ വനം എനിക്ക് ചെയ്യുന്ന സേവയാണ്. നീ ഈ കാട്ടിലെ അവസാനത്തെ ജീവികൾക്കും നന്മ ചെയ്യുന്ന ഒരു രാജാവായിരിക്കണം. ഇതാണ് നിനക്കുള്ള പ്രായശ്ചിത്തം. തഥാസ്തു. ശാപവിമുക്തനായ ശേഷം സിംഹരാജാവ് നന്മകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എപ്പോഴും മറ്റുള്ളവർക്ക് സഹായഹസ്തവുമായി സിംഹം ജീവിച്ചു.